കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സൺഷെയ്ഡ് തകർന്നു വീണ് 3 പേർക്ക് ദാരുണാന്ത്യം. തൊഴിലാളികളായ അഷ്റഫ്, ജബ്ബാർ, ബഷീർ എന്നിവരാണ് മരിച്ചത്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ ലൈസൻസ് പുതുക്കി നൽകിയതാണ് ദുരന്തത്തിനിടയാക്കിയതെന്ന ആരോപണവുമായി പ്രതിപക്ഷ സംഘടനകൾ കോർപ്പറേഷന് എതിരെ രംഗത്തെത്തി. കാലപ്പഴക്കത്താൽ ജീർണിച്ച പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയ ബീച്ചിലെ പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ സ്ലാബാണ് തകർന്നു വീണത്. കെട്ടിടത്തിന് 50 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് വലിയങ്ങാടിയിലെ തൊഴിലാളികൾ പറയുന്നത്. കെട്ടിടത്തിന് പുറത്ത് വിശ്രമിക്കുകയായിരുന്ന തൊഴിലാളികളുടെ ദേഹത്തേക്കാണ് സൺഷെയ്ഡ് തകർന്നു വീണത്. മൂപ്പര ജോലിക്കാർ 2 ആള്, ഒന്ന് അഷ്റഫ്, ഒന്ന് വിനോദ്. ഇവരൊക്കെ ഇപ്പോൾ അത്തോളി ഭാഗത്തുള്ള ആളുകളാണ്. പിന്നെ ഒന്ന് ഇവിടെ ഈ ഗോഡൗണിലെ ഒരു ജബ്ബാർ എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു ചക്കവാടുള്ളൊരു തൊഴിലാളി. ഇവിടുത്തെ വോട്ടറാണ്. ഒരു 5 പേരാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. എത്ര കാലമായി ഇപ്പം പൊളിക്കാൻ നോട്ടീസ് നൽകിയിട്ട്? പൊളിക്കാൻ തുടങ്ങിയ വർഷങ്ങളായി, ഒരു 5-10 വർഷം ഏകദേശം ആയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഒഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഒഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇതിൽ 3-4 സർട്ടിഫിക്കറ്റ് ലോക്കായിരുന്നല്ല, ബാക്കിയുള്ള എല്ലാ ഗോഡൗണുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കോർപ്പറേഷനിക്ക് വാടക കിട്ടുന്നുണ്ട്. എനിക്കതാണ് ആവശ്യം, ജനങ്ങളുടെ വിഷയമല്ല. തകർന്നു വീണ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിപ്പോയവരെ മറ്റ് തൊഴിലാളികളും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അഷ്റഫ്, ജബ്ബാർ, ബഷീർ എന്നിവരാണ് മരിച്ചത്. പരുക്കേറ്റ വിനോദും അബ്ദുൾ റഷീദുമാണ് ചികിത്സയിലുള്ളത്. പഴയ പാസ്പോർട്ട് ഓഫീസ് കൂടിയായിരുന്ന ഈ കെട്ടിടത്തിൽ ഇപ്പോൾ വ്യാപാര കേന്ദ്രങ്ങളും ഗോഡൌണുകളുമാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 50 മീറ്ററോളം കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണിട്ടുണ്ട്. 2 സ്കൂട്ടറുകളും സ്ലാബിനടിയിൽപ്പെട്ടു. യാതൊരു മെയിൻ്റനൻസ് വർക്കും ചെയ്യാത്ത കാലാഹരണപ്പെട്ട കെട്ടിടത്തിൽ 2 ആഴ്ച മുൻപും പുതിയ ഷോപ്പിന് അനുമതി നൽകിയിരുന്നു. കെട്ടിടത്തിന്റെ അടിത്തട്ടിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ ലൈസൻസ് പുതുക്കി നൽകുന്നത് ഭരണകൂടവും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അഴിമതിയുടെ ഭാഗമാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിക്കഴിഞ്ഞു. ഫിറ്റ്നസ് ഇപ്പോൾ ഇവർ പറയുന്ന ലൈസൻസ് പുതുക്കി കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുതിയൊരു സ്ഥാപനം ഉദ്ഘാടനത്തിന് റെഡിയാക്കി വെച്ചിട്ടുമുണ്ട്, ഇവിടെ കാണുന്നതാണ്. അപ്പോൾ ഇത് ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ ഒരിക്കലും ലൈസൻസ് പുതുക്കി കൊടുക്കാൻ പാടില്ല. അത് കർശനമായ നിയമം പാലിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അപകടം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ലൈസൻസ് പുതുക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഓണറും പറഞ്ഞിരിക്കുന്നത്. അവർക്ക് പുതിയൊരു കെട്ടിടം ലൈസൻസ് കൊടുത്താണ്ടാണ് അയാൾ പുതിയ സ്ഥാപനം തുറക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ കൺമുമ്പിൽ കാണുകയാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ട് പോലും നമ്മൾ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളത് ഒരു വേദനാജനകമായ കാര്യമാണ്. കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചും ലൈസൻസ് പുതുക്കി നൽകിയതിനെ സംബന്ധിച്ചുമെല്ലാം പരിശോധിച്ച് പറയാമെന്നാണ് മേയർ പ്രതികരിച്ചത്. പരിശോധിച്ച് പറയൂട്ടോ. അതേസമയം കോർപ്പറേഷൻ മേയർക്കും സെക്രട്ടറിക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തി. ഇവിടെയുള്ള തൊഴിലാളികളെ കൊല ചെയ്തിരിക്കുകയാണ് കോർപ്പറേഷൻ, കൊലക്കുറ്റത്തിന് കേസെടുക്കണം. കാലാഹരണപ്പെട്ട കെട്ടിടത്തിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കോർപ്പറേഷന് മറുപടി പറയേണ്ടി വരും. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.